ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കാർണിവൽ നൈറ്റിന് എന്തൊക്കെ കഴിച്ചു നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊട്ടറ്റോന്റെ സ്ട്രിംഗ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം ഓരോന്ന് വാങ്ങി ട്രൈ ചെയ്യാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് എന്തോ ഇഷ്ടമായി ഇതെന്നുള്ളത്. നല്ല ക്രിസ്പി ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് പൊട്ടറ്റോസ് ആണ് ഇഷ്ടം. ഞാൻ മേത്താക്കിയിട്ടുണ്ട്. എനിക്കൊന്നും മേലാക്കേണ്ട കഴിക്കാൻ അറിയില്ല. അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടൊന്നും വാങ്ങി കഴിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ ഒന്നല്ലേ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പണ്ട് ഞാൻ ഈ സാധനം കഴിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഇതിന്റെ ഫാനായി മാറി. ഇത് ആക്ച്വലി ഒരു ഇമോഷനാണ്. ആ കഴിക്കുന്ന രീതിയും അതൊക്കെ ഒരു വൈബാണ്. അവിടെ ഇങ്ങനെ കുറെ കടകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പൊരിയും ഹൽവയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ കുറെ നൊസ്റ്റാൾജി അടിക്കുന്ന മുട്ടായിസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ബൺമസ്കിന്റെ ബോർഡ് കണ്ടിട്ട് കയറിട്ടോ. വീഡിയോസിലെല്ലാം ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കഴിക്കാൻ നോക്കിയത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് എനിക്ക് ഒറിജിനൽ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ആവേശത്തിന് പുറത്ത് വാങ്ങിച്ചതായിരുന്നു. നമുക്ക് ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ഇയറിംഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളൊരു ഐസ്ക്രീമും കൂടി കഴിച്ച് പിരിയാന്ന് വിചാരിച്ചു. ഇന്നത്തെ തീറ്റ നിർത്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു. അവരൊക്കെ സ്പാനിഷ് ഡിലൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂട്ടി കൊടുക്കുക. ഒരു 10 സബ്സ്ക്രൈബ് 400 ചെലവുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക.